നമസ്കാരം. പാർലമെന്റിൽ ഇന്നലെ സംഭവിച്ച ഒരു വീഡിയോ ആദ്യം കാണിച്ചു. आज हिमाचल में देखिए, जितने भी कानून बने हैं वो सब बड़े बड़े उद्योगपतियों के लिए बन रहे हैं। हिमाचल में जो सेब उगता था उसके जो छोटे छोटे किसान हैं वह रो रहे हैं क्योंकि एक व्यक्ति के लिए सब कुछ बदला जा रहा है। കണ്ടല്ലോ, കോൺഗ്രസിലെ ഓരോ ദിവസവും ഭരണപക്ഷത്തിരിക്കുന്ന എംപിമാർക്കും മന്ത്രിമാർക്കും പ്രധാനമന്ത്രിക്കും സ്പീക്കർക്കുമൊക്കെ ചിരിക്കാനുള്ള ഓരോ കോമഡികൾ കോൺഗ്രസ് അവതരിപ്പിക്കും. അതിന്റെ മുഖ്യ സംവിധായകൻ രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധി വെറും വേസ്റ്റ് ആണെന്ന് കോൺഗ്രസ് എംപിമാർക്കും ഇന്ത്യ സഖ്യത്തിലുള്ളവർക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ സഖ്യത്തിന്റെ തലപ്പത്ത് നിന്ന് രാഹുൽ ഗാന്ധിയെ മാറ്റണമെന്ന് അവർ പറയുന്നത്. ഇന്നലെ പ്രിയങ്ക ഗാന്ധി പാർലമെന്റിൽ അങ്ങ് കത്തിക്കേറുകയാണ്. കൂടെ ഡയസിൽ കൈയടിക്കാനെത്ത കോൺഗ്രസിലെ എംപിമാരും. കേരളത്തിൽ നിന്ന് വിജയിച്ചു പോയ രാഹുൽ മാങ്കൂട്ടത്തിലും IV ഈഡനും ഏതാനും എങ്കിലും, അതായത് അവർക്കെങ്കിലും കുറച്ച് ബോധം ഉണ്ടാകുമെന്ന് കരുതി. പക്ഷെ അവർക്കും ഒരു ബോധമില്ല. കോൺഗ്രസിൽ ആർക്കെങ്കിലും കുറച്ച് വെളിവോ ബോധമോ ഉണ്ടാകുമെന്ന് കരുതി. പക്ഷെ എല്ലാം ഒന്നിനൊന്ന് മണ്ടന്മാരാണെന്ന് സ്വയം തെളിയിച്ചു. സ്വന്തം പാർട്ടി ഏതൊക്കെ സംസ്ഥാനത്ത് ഭരണം നടത്തുന്നു എന്ന് പോലും അറിയാത്ത പാർട്ടിയാണ് കോൺഗ്രസ്. ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസ് ആണ് ഭരണം നടത്തുന്നത്. ആ കോൺഗ്രസിനെയാണ് ഇന്നലെ പാർലമെന്റിൽ പ്രിയങ്ക ഗാന്ധി എടുത്തിട്ട് പഞ്ഞിക്കിട്ടത്. രാഹുലും പ്രിയങ്കയും ഒക്കെ പലപ്പോഴും മോദി സർക്കാരിനെതിരെ ആഞ്ഞടിക്കാറുണ്ട്. പലപ്പോഴും ഈ ആഞ്ഞടിക്കൽ ചീറ്റി പോകാറാണ് പതിവ്. എന്നാൽ ഇത്തവണ പ്രിയങ്ക ആഞ്ഞടിച്ചത് കൃത്യമായി തന്നെ കൊണ്ടു. അത് കോൺഗ്രസിന് തന്നെ കൊണ്ടു. കോൺഗ്രസ് അംഗങ്ങൾ കൈയടിച്ച് പാസ്സാക്കുകയും ചെയ്തു. പക്ഷേ കൊണ്ടത് ഹിമാചൽ പ്രദേശിലെ കോൺഗ്രസ് സർക്കാരിനാണെന്ന് മാത്രം. ലോകസഭയിൽ തന്നെ കന്നി പ്രസംഗത്തിനിടെ കേന്ദ്ര സർക്കാരിനെ വിമർശിക്കാൻ ശ്രമിച്ചപ്പോഴാണ് പ്രിയങ്കയ്ക്ക് അബദ്ധം പറ്റിയത്. നിങ്ങൾ ഹിമാചലിലേക്ക് നോക്കൂ. വലിയ വലിയ നിയമങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് കുത്തകകൾക്ക് വേണ്ടിയാണ്. ഹിമാചലിൽ ആപ്പിൾ തോട്ടങ്ങൾ ഉണ്ടായിരുന്നു. അവിടെ ചെറിയ ചെറിയ കർഷകർ ഉണ്ടായിരുന്നു. അവർ കരയുകയാണ് ഇപ്പോൾ. ഒരു വ്യക്തിക്ക് വേണ്ടി എല്ലാം മാറ്റിമറിക്കുകയാണ്. ഇതായിരുന്നു പ്രിയങ്ക പറഞ്ഞത്. കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായി നിയമങ്ങൾ മെനയുകയാണ് BJP സർക്കാരാണ്. അതിനെ വരുത്തി തീർക്കാനാണ് ആ ഒരു തന്ത്രപ്പാടിലായിരുന്നു പ്രിയങ്ക ഗാന്ധി ശ്രമിച്ചത്. നേതാവിന്റെ പ്രസംഗം രോമാഞ്ചത്തോടെ കോൺഗ്രസ് അംഗങ്ങൾ കൈയടിച്ച് പാസ്സാക്കുകയും ചെയ്തു. ഇതിന്റെ വീഡിയോ BJP IT സെൽ മേധാവി അമിത് മാളവിയ പങ്കുവയ്ക്കുകയും ചെയ്തു. രാഹുലിനെ പോലെ തന്നെയാണ് പ്രിയങ്കയെന്നും അവബോധമില്ലാത്ത ഒരു വ്യക്തിയാണെന്നും അമിത് മാളവിയ പറഞ്ഞു. അദാനിക്ക് വേണ്ടി നിയമങ്ങൾ പൊളിച്ചെഴുത്തുന്ന കേന്ദ്ര സർക്കാരിന്റെ നടപടികൾ അതുമൂലം ഹിമാചലിൽ ആപ്പിൾ കർഷകർ ദുരിതം അനുഭവിക്കുന്നുവെന്നും ആരോപിക്കാൻ ശ്രമിച്ചതാകണം കറങ്ങി തിരിഞ്ഞ് ഹിമാചൽ സർക്കാരിന്റെ പിടിപ്പുകേടായി പ്രിയങ്ക അവതരിപ്പിച്ചതെന്നാണ് ഇപ്പോഴത്തെ ഏറ്റവും രസകരമായ കാര്യം. അതായത് കോൺഗ്രസ് ഏതൊക്കെ സംസ്ഥാനത്ത് ഭരിക്കുന്നു എന്നത് പ്രിയങ്കയ്ക്കോ രാഹുലിനോ സോണിയയ്ക്കോ അറിഞ്ഞൂടാ. തെരഞ്ഞെടുപ്പ് വരും, കോൺഗ്രസ് ജയിച്ചാൽ അവർ ആഘോഷം നടത്തും. കോൺഗ്രസ് തോറ്റാൽ EVM-നെ കുറ്റം പറഞ്ഞ് ഒരു വർഗീയ സംഘർഷങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള രീതികളിലേക്ക് പോകും. അപ്പോൾ പാർലമെന്റിൽ ഏത് സംസ്ഥാനത്തിലാണ് സ്വന്തം പാർട്ടി ഭരിക്കുന്നത്, എങ്ങനെ അവതരിപ്പിക്കണം, എങ്ങനെയാണ് ആരെ ഉദ്ദേശിച്ചാണ് കൃത്യമായി കൊള്ളേണ്ടത്, ഇതൊന്നും അറിയാതെയാണ് കൊച്ചുകുട്ടിയെ പോലെ പാർലമെന്റിൽ കന്നി പ്രസംഗത്തിലിട്ടത്. കോൺഗ്രസിലെ കുറെ മണ്ണന്മാരാവട്ടെ, കുറെ കിഴങ്ങൻ എംപിമാരാവട്ടെ, ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് പ്രിയങ്ക ഗാന്ധി പറയുന്നതനുസരിച്ചുകൊണ്ട് ഡയസിൽ കൈയടിക്കാനും ഒരു കൂട്ടർ ഇരിപ്പുണ്ട്. എന്തായാലും കോൺഗ്രസിന്റെ ഭാവി അല്ലെങ്കിൽ കോൺഗ്രസിന്റെ കാര്യം വലിയ കഷ്ടം തന്നെയാണ്.